ഹായ്, വെൽക്കം ബാക്ക് ടു മല്ലിസ്കോട്ട് ഫാമിലി. മല്ലിസ്കോട്ട് ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ട്. ഞങ്ങൾ ഇവിടെ ഒരു വീട് വാങ്ങി സെറ്റിലാകുന്നതിനുള്ള ഓട്ടത്തിലായിരുന്നു. 6 മാസമായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഞങ്ങൾ വീട് വാങ്ങുന്നതിൻ്റെ ഓട്ടത്തിലായിരുന്നതുകൊണ്ടാണ്. ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി കാണും ഇതിനോടൊക്കെ ഞങ്ങൾ വീട് ഷിഫ്റ്റായി എന്നുള്ളത്. അത് ഞങ്ങൾ ഡംഫ്രീസിൽ ബാൺഹിൽ എന്ന ഏരിയയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെയാണ് ഞങ്ങളൊരു ചെറിയ വീട് വാങ്ങിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ വ്ലോഗിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടും വീടിൻ്റെ പരിസരമാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വ്ലോഗിലേക്ക് സ്വാഗതം. UK വന്നിട്ട് വീട് മേടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എസ്പെഷ്യലി UK നമ്മൾ ഈ വീട് വാങ്ങിച്ചേക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. വീട് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇവിടെ പല വീടുകൾ പോയി കണ്ടിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് വീടുകൾ കാണുന്നതോറും നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. എങ്ങനെയാണ് വീടിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ നമ്മൾ ഈ വീട് വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു ബാൻഹിൽ ഏരിയയിൽ അതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇത് മൊത്തത്തിലൊരു റൗണ്ടിലായിട്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അവർ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് അനദർ സൈഡിൽ കൂടെ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. അതേപോലെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ ധാരാളം വീടുകൾ, എല്ലാം ഓൾമോസ്റ്റ് ഡിറ്റാച്ച്ഡ് വീടുകൾ തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതേപോലെ നല്ല ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അകത്തായിട്ട് തന്നെ നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കുകളും ധാരാളം പാർക്കുകൾ ഓൾറെഡി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ നിയർ ബൈ ചുറ്റുള്ള, അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവിൽ തന്നെ സ്കൂളും അടിസ്ഥാന സൗകര്യങ്ങളായ കോളേജ്, സ്കൂള്, ചർച്ച്, ഷോപ്പിംഗ് മോളുകൾ എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു വലിയ പാർക്കും അത് ചെറിയ 1-2 പാർക്കുകളും ഉണ്ട്. സറാഫിൻ തന്നെ ഇപ്പോൾ നഴ്സറി പോകുന്നത് ജസ്റ്റ് 10 to 15 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് സ്കൂള്. അതുപോലെ എല്ലാ സൗകര്യവും ഹോസ്പിറ്റലിലേക്കാണെങ്കിലും 8 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസ് ജസ്റ്റ് 30 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ വീട് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ ബാൻഹിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി ബസ് സർവീസുകളുമുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്.
വീട്. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇതാണ് സൈഡിൽ ഏരിയ. ഇവിടെ ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ നമുക്ക് ബാത്റൂം ഉണ്ട്. ഇതാണ് ഞാൻ കുളിക്കുന്നത്. ഇത് ഞങ്ങളുടെ വേറെ ബെഡ്റൂമാണ്. ഇതാണ് സെറഫിന് റൂം. ടോയ്സ് ഉണ്ട്, കുടയുണ്ട്, ബെഡുണ്ട്, സൈഡ് ടേബിളുണ്ട്, സൈഡ് ടേബിളിന് പെൻസിലുണ്ട്. ഇതാണ് പപ്പായുടെ ഓഫീസ് റൂം. ഇതാണ് നമ്മളുടെ ബാക്ക് ഗാർഡൻ. ഇവിടെ കഴിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മല്ലൂസ് ഗുഡ് ഫാമിലി ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ. ഹായ്, വെൽക്കം ടു മല്ലൂസ് ഗുഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ സ്കൂളിൽ പോയുണ്ട്. ഇന്ന് രാവിലെ സെറാഫിൻ സ്കൂളിൽ പോയായിരുന്നു. ഇന്നലെ പോയായിരുന്നു, പിന്നെ ഞാൻ പോയിട്ടില്ല.